അതിജീവിതയുടെ മറ്റേ രാഹുൽ മാങ്കൂട്ടം അപമാനിച്ചു എന്ന് പറയുന്ന അതിജീവിതയുടെ ഹസ്ബൻഡ് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് തനിക്കെതിരായിട്ട് നീതി കിട്ടുന്നില്ല, ഇപ്പോഴും ആക്ഷേപിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു LDF സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആക്ഷേപം വരുന്നത് ശരിയാണോ? നീതി യഥാർത്ഥത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തോ ഒരു ക്രൂരതയാണ് ആ ചെറുപ്പക്കാരൻ കാണിച്ചത്. അത് ആ ആക്ഷേപത്തിന് വിധേയരായിട്ടുള്ള പെൺകുട്ടികൾ പറയുന്നത്, അതിൽ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മളെല്ലാം കേട്ടു മാധ്യമങ്ങളിലൂടെയൊക്കെ. എന്തോ ഒരു ക്രൂരതയാണ് കാണിച്ചത്. എന്നിട്ട് ആ കുടുംബത്തിലെ പ്രശ്നം തീർക്കാനാണ് താൻ ഈ കുട്ടിയായി ബന്ധപ്പെട്ടത് എന്ന് നുണ പറയുകയായിരുന്നില്ലേ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരന് പുറത്തു വന്ന് പറയേണ്ടത്. അവർ ഡിവോഴ്സിലാണ്, അവർ ബന്ധം വേർപെടുത്തി. ആ പെൺകുട്ടിയും പറയുന്നത് ഞങ്ങൾ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഇയാളൊരു ഇൻട്രൂഡറായിട്ട് വന്നിട്ട് ഇയാൾ മുതലെടുത്തു, വശംവതിയായിപ്പോയി. ഡിവോഴ്സ് ആയാൽ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു, ഒരു കുഞ്ഞുണ്ടായാലേ അമ്മ സമ്മതിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നിട്ട് കുഞ്ഞ് വയറ്റിലുണ്ടായപ്പോൾ അതിനെ പ്രാകൃതമായ മാർഗത്തിലൂടെ ഡിവോഴ്സ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന എത്ര വലിയ വ്യഥയാണ്. പക്ഷേ അവൾ പിന്നെയും പറയുന്നത് ആ ചെറുപ്പക്കാരൻ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, അയാളെയും ദ്രോഹിക്കുകയാണ്, അയാളുടെ ഫോട്ടോ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അതിലും അവൾക്ക് മനപ്രയാസം ഉണ്ട് എന്നുള്ളത്. ഏതായാലും ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇപ്പോൾ മാധ്യമങ്ങളോടടക്കം പറഞ്ഞു. ഇത് മാത്രമല്ല, കുറേ കേസുകൾ വേറെയും 2-3 പെൺകുട്ടികൾ ഇതേപോലെ ഒരു തരം പെർവേഷൻ കാണിക്കുക, അക്രമം നടത്തുക. സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്കൊക്കെ ഉണ്ടായിട്ടുള്ള അതിക്രമമുണ്ട്, അതിന് സമാനമായിട്ടുള്ള ലൈംഗിക അതിക്രമം കാണിക്കുക, അതൊക്കെ തെറ്റാണ്. ആ തെറ്റ് നേരത്തെ കോൺഗ്രസ് മനസ്സിലാക്കിയതാണ്. കോൺഗ്രസ് പാർട്ടിയുടെ KPCCക്കും AICCക്കും അടക്കം കൊടുത്തിട്ടുണ്ടാവണം. KPCCക്ക് പരാതി നേരത്തെ കൊടുത്തതാണ്, പക്ഷേ അവരത് പൂഴ്ത്തിവെച്ചു. ഈ കാര്യം പുറത്തു വന്നപ്പോഴാണ് ഇയാളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസ്യത തന്നെ തകർത്തിട്ടുള്ള കാര്യമാണ്. എന്തായാലും കേസ് കോടതിയിൽ നടക്കുന്നു, നന്നായിട്ട് വാദിക്കുന്നുണ്ട്. സർക്കാർ ഈ അതിജീവിതകൾക്ക് എന്ന് പറയേണ്ടതായിട്ട് വരും, അത്തരമുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കും. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതെന്തിനാണ് മറ്റു ചെറുപ്പക്കാർ ഈ മാതിരി വൃത്തികേട് കാണിക്കരുത് സമൂഹത്തിൽ? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കടിച്ചു കീറുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനമല്ല. അയാൾ കറക്റ്റ് ചെയ്യപ്പെടട്ടെ, ശിക്ഷ കിട്ടട്ടെ. അയാൾക്ക് ശിക്ഷ കിട്ടുമ്പോഴാണ് മനുഷ്യൻ കറക്റ്റ് ചെയ്യപ്പെടുന്നത്. വലിയ കുറ്റമാകുമ്പോൾ വലിയ ശിക്ഷ കിട്ടണം. അപ്പോൾ അത്തരത്തിലുള്ള ശിക്ഷയാണ് സമൂഹത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുക എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയുന്നുള്ളൂ.